മുകളിൽ ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടില്ലേ, അദ്ദേഹത്തിന്റെ പേരാണ് MJ ശ്രീ ചിത്രൻ. ഇദ്ദേഹം നമുക്കൊരു കഥ പറഞ്ഞുതരും, ഒരു ചരിത്ര കഥ. ആരിന്റെ കഥയാണെന്നല്ലേ? സവാർക്കറിന്റെ കഥ. ഈ കഥ കേൾക്കുന്ന സംഖ്യകൾ പറയും ഇദ്ദേഹം മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ പറയുകയാണെന്ന്. അത് കേൾക്കുന്ന അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല, പിന്നെ നമുക്ക് അതിലും വലിയ കുഴപ്പമില്ല. എന്തായാലും കഥ കേട്ടോളെ. വിനായക് ദാമോദർ സവർക്കർ ഒരൊറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ. ആ നോവൽ നമ്മുടെ നാട്ടിലെ മലബാർ സമരത്തെ കുറിച്ചാണ്. മലബാർ സമരത്തിന്റെ ചുക്കും ചുണ്ണാമ്പും സവർക്കർക്ക് അറിയില്ലായിരുന്നു. സവർക്കർ കേരളം എന്ന് പറയുന്ന ദേശമേ കണ്ടിട്ടില്ല. സവർക്കർ എഴുതുന്ന ആ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്, മലൈക്ക താജ്. നിങ്ങൾ വായിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ വെറുപ്പിന്റെ സാഹിത്യം എന്താണെന്ന് അറിയാൻ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇവിടെയുള്ള ഹിന്ദുക്കളായ ആളുകളുടെ വീടുകൾക്ക് തീ വെക്കാനായി രാത്രിയിൽ മുസ്ലിം ഉമ്മമാർ കുട്ടികളെയൊക്കെ തീക്കൊള്ളികളുമായി പറഞ്ഞയക്കുകയാണ് എന്നാണ്. അതിലെ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ ഒരു വലിയ പിശാചിനെ പോലെയാണ് പെരുമാറുന്നത്. ആ ഉമ്മ അവിടെ സ്വന്തം മക്കളെയൊക്കെ ഹിന്ദുക്കൾക്ക് തീ വെക്കാനായി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം മലബാർ സമരത്തിന്റെ മൊത്തം ഭാഗം, അതിന്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിച്ചു എന്ന് അഭിമാനമുള്ള ഒരാളാണ് ഞാൻ. പ്രധാനപ്പെട്ട രേഖകളൊക്കെ, കാരണം എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ മുഴുവൻ വായനയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സവർക്കർ സ്വന്തം ഭാവനയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതാണ്, സാഹിത്യം എന്ന് പറയുന്നത് ഒരേ സമയം മനുഷ്യരെ ചേർന്നിരിക്കാനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്ന നമുക്കപ്പുറം മനുഷ്യരെ നിരന്തരമായി അകറ്റാനും വിഭജിക്കാനുമുള്ള വെറുപ്പിന്റെ ആയുധമായി കൂടി സാഹിത്യം ഉപയോഗിക്കുന്നവർക്കിടയ്ക്കാണ് നാം നിലനിൽക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. അതിനോടൊപ്പം തന്നെ സവർക്കർക്ക് മാത്രമല്ല, സവർക്കർക്ക് മാത്രമല്ല, സംഘപരിവാറിനും RSSനും ഒരു ചുക്കും ചുണ്ണാമ്പ് പറയില്ല വർഗീയത അല്ലാതെ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചോളി, നല്ലതായിരിക്കും.